നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്. മുരിങ്ങൂർ ചാലക്കുടി ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണശ്രമം. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഭക്തജന പ്രവാഹം. വിവാഹ തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. 9 വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-ന് ശേഷമായിരുന്നു സംഭവം. സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ട് തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയി. വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്. മുരിങ്ങൂർ ചാലക്കുടി ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. ചാലക്കുടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാള വഴിയാണ് തിരിച്ചുവിടുന്നത്. പോട്ട, കൊമ്പടിഞ്ഞാമാക്കൽ, അഷ്ടമിച്ചിറ വഴി എറണാകുളത്തേക്ക് പോകാം. ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ചാലക്കുടി പോട്ട പാലത്തിന് സമീപം പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. മുരിങ്ങൂർ ഭാഗത്തും പാലത്തിലും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പാലത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എറണാകുളത്തേക്കുള്ള വണ്ടികൾ മാള, കാടുകുറ്റി വഴി തിരിച്ചുവിടുന്നു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ പോലീസ് ശ്രമങ്ങൾ തുടരുകയാണെന്നും വാഹനവുമായി എത്തുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയുമായി കൊമ്പുകോർത്തു. സംഭവത്തിനിടെ ആനപ്പുറത്തുനിന്ന് വീണ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പാപ്പാൻ ഷൈജുവിനും പരിഭ്രാന്തരായി ഓടിയ ആളുകളിൽ ചിലർക്കും നിസാര പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലായ്ക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മറ്റ് ആനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ഓടിയവരിൽ ചിലർക്ക് നിസാര പരിക്കേറ്റു. കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ഷൈജുവിനും താഴേക്ക് വീണ് പരിക്കേറ്റു. ആളുകൾ ചിതറി ഓടിയതോടെ സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൊളക്കാടൻ കുട്ടിശങ്കരനെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളച്ചു. അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. സംഭവത്തിൽ കുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് 15 ദിവസത്തെ വകുപ്പുതല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ അറിയിച്ചു. വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ.
കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണ ശ്രമം. അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഖാദർ സ്റ്റോഴ്സാണ് കുത്തി തുറന്നത്. കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശവലിപ്പ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. കടയിൽ കയറിയ ആളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിങ്ങപ്പുലരിയിൽ കണ്ണിനെ കണി കാണാൻ ഭക്തജന പ്രവാഹം. വിവാഹത്തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം നടത്താൻ സാധിച്ചത്. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് ആരംഭിച്ചത്. വിവാഹ മണ്ഡപത്തിന്റെ സമീപത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കിഴക്കേ നടയിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഭക്തരെ നിയന്ത്രിച്ചു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം താൽക്കാലിക കൗണ്ടർ പ്രവർത്തിപ്പിച്ചു. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് കല്യാണ മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിട്ടത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 100 വിവാഹങ്ങൾ നടന്നു. 180 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ചീട്ടാക്കിയിരുന്നത്. വിവാഹത്തിരക്ക് വർദ്ധിച്ചതോടെ ക്ഷേത്രനഗരിയിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിറഞ്ഞു. ഇതോടെ റോഡരികിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥിതിയായി. വൺ വേ സംവിധാനമായിരുന്നിട്ട് കൂടി വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. ചിങ്ങമാസത്തിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാറ്. ഇത്തവണ ചിങ്ങത്തിൽ 1500ഓളം വിവാഹങ്ങളാണ് ഇതുവരെ ചീട്ടാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കണക്കാണിത്. ഇത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒന്നാം ഓണദിനമായ സെപ്റ്റംബർ 4-ന് 87 വിവാഹങ്ങളുണ്ട്. തിരുവോണ ദിവസം 5 വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 190 വിവാഹങ്ങൾ ചീട്ടാക്കിയ ഓഗസ്റ്റ് 31-നാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. 9 വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. 21 വർഷം മുൻപാണ് ഈ റോഡിന്റെ പണി ആരംഭിച്ചത്. അയ്യന്തോൾ നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽ പാടം ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് ഇനിയും പൂർത്തിയാകാനുള്ളത്. 5 വർഷം മുൻപ് മോഡൽ റോഡിനായി 20 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇവിടെ റോഡ് വികസനം നടക്കുന്നില്ല. വികസനം നടക്കാത്തതിനാൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. 20 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പുതിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 25 മീറ്റർ വീതിയിൽ റോഡ് പണിയണമെന്ന തീരുമാനം വന്നത്. ഇതുമൂലം സ്ഥലമളക്കൽ, കല്ലിടൽ തുടങ്ങിയ നടപടികൾ പുനരാരംഭിക്കണം. പുതിയതായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അലൈൻമെന്റ് നിശ്ചയിക്കുന്നത് പക്ഷപാതരഹിതമാകണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുന്നവർക്ക് നീതിപൂർവമായ നഷ്ടപരിഹാരം മുൻകൂർ നൽകണം. വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്റർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഉപഭോക്തൃ സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. TI K മൊയ്തു, ഭാസ്കരൻ K വടക്കേതിൽ, വിനോദ് കുറുവത്ത്, PS നാരായണൻകുട്ടി, പ്രൊഫസർ രാജു ജോൺ, TM രഘുനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു.
ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. മുരിങ്ങൂർ ചാലക്കുടി ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണ ശ്രമം. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഭക്തജന പ്രവാഹം. വിവാഹ തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. 9 വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.